ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നാടൻ രുചിയിൽ കക്കായിറച്ചി ഉലത്തിയതിൻ്റെ ടേസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നാവിലിപ്പോൾ തന്നെ കൊതി കൂറിയിട്ടുണ്ടാവും. സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് പ്രത്യേക സ്ഥാനമാണുള്ളത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങളും ധാതുക്കളും മാംസ്യവുമൊക്കെ നമുക്ക് ഊർജ്ജവും അതുപോലെ ഉന്മേഷവും ഒക്കെ നൽകാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അത്തരത്തിൽപ്പെട്ട കടൽ വിഭവങ്ങളിൽ പെടുന്ന ഒന്നാണ് കക്കായിറച്ചി. ധാരാളം സിങ്ക് ഇതിലടങ്ങിയിട്ടുണ്ട്. സിങ്ക് അടങ്ങിയ ആഹാരം പുരുഷന്മാർ കഴിക്കുന്നത് ആരോഗ്യകരമായ ദാമ്പത്യ ജീവിതം നയിക്കുവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. സോ അത്തരത്തിൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളവർ നല്ല ആരോഗ്യം നിലനിർത്തുവാനായിട്ട് കക്കായിറച്ചി കഴിക്കാവുന്നതാണ്. കുട്ടികളില്ലാത്ത പുരുഷന്മാർക്ക് ഇത് കഴിക്കുന്നതിലൂടെ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് തീർച്ചയായും സാധിക്കും. സിങ്കിൻ്റെ കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾ തീർച്ചയായും പരിഹരിക്കാൻ സാധിക്കും. ഒരു സ്പെഷ്യൽ വിഭവമാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. സമയക്കുറവുള്ളവർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കക്കായിറച്ചി നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. കക്കായിറച്ചിയുടെ അഴുക്ക് നീക്കിയെടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ചുമ്മാ കഴുകിയെടുത്താൽ മതിയെങ്കിൽ അങ്ങനെ. ഇത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് കക്കായിറച്ചി ക്ലീൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ തിളച്ച വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ച ശേഷം കഴുകിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയായാലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി, കക്കായിറച്ചിയിലുള്ള മണ്ണ് അല്ലെങ്കിൽ മണൽ പൂർണ്ണമായിട്ടും കഴുകി കളയണം. അതായത് 3-4 പ്രാവശ്യം നമ്മൾ വെള്ളത്തിൽ കഴുകിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഈ രീതിയിൽ ചെയ്താൽ വളരെ ഈസി ആയിട്ട് ആ മണ്ണ് നമുക്ക് നീക്കം ചെയ്യാം. അതിന് വലിയ ടൈമൊന്നും വേണ്ട, ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം കക്കായിറച്ചിയാണ്. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 2 ചുള കുടംപുളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ വാങ്ങുന്ന മുളക് പൊടിയെല്ലാം വ്യത്യസ്ത മുളക് പൊടി ആയിരിക്കും. അതായത് എരിവിൽ വ്യത്യാസമുണ്ടായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ മുളകിൻ്റെ അളവ് ചേർക്കുക എന്നുള്ളതാണ്. ഉപ്പ് ആവശ്യത്തിന്, ഒരല്പം വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിന് നമുക്കൊരു 10 മിനിറ്റ് വെച്ച ശേഷം വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിത് വേവിച്ചത് കുക്കറിലാണ്. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീനച്ചട്ടിയിലോ അല്ലെങ്കിൽ മൺചട്ടിയിലോ ഒക്കെ വേവിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി പാൻ അടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ നമുക്ക് കടുക് ചേർക്കാം. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിളക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് ഇളക്കുക. പൊടികൾ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടി, അതായത് എരിവ് നോക്കിയ ശേഷം അതനുസരിച്ച് വേണം ചേർക്കാനെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഒരു ടേസ്റ്റിന് ഒരല്പം കുരുമുളക് പൊടി. ഇപ്പോൾ കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് ഒന്ന് കുറച്ച ശേഷം അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്തിളക്കി ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന കക്കായിറച്ചി ചേർത്ത് ഇളക്കി ചെറുതീയിലൊന്ന് ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റിയെടുക്കുക. നാവിൽ കൊതിയൂറുന്ന തനിനാടൻ കക്കായിറച്ചി ഉലത്തിയത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഇന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.